അദീമിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. അദീമിന് ആപ്പിൾ ഓട്സ് ആണെന്ന് കൊടുക്കണേ. മറ്റുള്ളത് വേണ്ടാണ് നട്ട്സ് പൗഡർ കേട്ടോ. അപ്പം ഞാനിതിലോട്ട് കുറച്ച് നട്ട്സ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതാണ് അദീമിൻ്റെ ഹൈ ചെയർ കേട്ടോ. അവൻ ഇതിലിരുന്നിട്ടാണ് ഫുഡ് കഴിക്കുക. അപ്പോൾ ഇതാ ഒരു കേക്ക് മിക്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ കേക്ക് മിക്സ് എടുത്തിട്ട് ഞാൻ സെറ്റാക്കി. ഇനി ഇതിലോട്ട് ഒഴിക്കണം. അപ്പോൾ അദീമിനെല്ലാവരും ചോദിച്ചിരുന്നത് എന്ത് ഫുഡാണ് കൊടുക്കുക. അപ്പോൾ ഞാൻ രാവിലത്തെ റെസിപ്പി കാണിച്ചല്ലോ. അപ്പോൾ ഞാനിന്ന് കൊടുക്കുന്ന നമ്മൾ നോർമൽ ഫാമിലി പോട്ട് തന്നെ കേട്ടോ. അപ്പോൾ ഒരാളിതാ കമ്പനി പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ഗെറ്റപ്പിൽ. ഹലോ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു വണ്ടറിങ് വൈബ്സ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താ വെച്ചാൽ ഡേ ഇൻ അവർ ലൈഫ്, കംപ്ലീറ്റ് ഡേ ഇൻ അവർ ലൈഫ്. പക്ഷേ ഡേ ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇൻട്രോ കൊടുക്കണല്ലോ. ഇപ്പോൾ ഇതങ്ങനെ വൈകുന്നേരം ഇട്ടപ്പോൾ ഇൻട്രോ കൊടുക്കണത്. ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഗൾഫത്തെ നമ്മളെ റുട്ടീനല്ലേ ഇപ്പോൾ നമ്മളെ ഡെയിലി റുട്ടീനത്തെ വ്ളോഗാണ് ഇന്നുള്ളത്. അപ്പോൾ ഇന്ന് അദീമിൻ്റെ ഫുഡ് ഒരുപാട് ആൾക്കാർ ഇതുമാതിരി ഫുഡിൻ്റെ റെസിപ്പി കാര്യങ്ങളൊക്കെ ചോദിച്ചില്ല ഇപ്പോൾ. അപ്പോൾ ഫുഡിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ ഞങ്ങൾ റനമാമിൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയി നിൽക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഡേ ഇൻ, അതായത് ഇന്ത്യ ഷെബുവിൻ്റെ മൊത്തത്തിലൊരു ഡേ ഉണ്ടല്ലേ ഷെബുന്ന് മൊത്തം. അതായത് നമ്മൾ ഇങ്ങനെ ഡേ ലൈഫ് എടുത്തിട്ടില്ല, അതുകൊണ്ട് അല്ലേ ഇങ്ങനെ എടുത്തിട്ടില്ല, കംപ്ലീറ്റ് ഉണ്ട്. ഇവിടുത്തെ സെയിം എന്താ നമ്മൾ ഇന്ന് എന്തൊക്കെയാണോ ചെയ്തങ്ങളൊക്കെ വീഡിയോയിലുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഡേ ഇൻ അവർ ലൈഫ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പറയും. അപ്പോൾ നമ്മൾ ഇനിയും കണ്ടിന്യൂ ഇല്ല ഇപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പറയും കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ രാവിലെ തന്നെ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാ ബ്രെഡും മുട്ടയാണ്. വസിത എന്താ ഷേക്കില്ലേ വസിൻ്റെ ഷേക്ക് കേട്ടോ. ഇത് വസിൻ്റെ ബ്ലെൻഡറാണ് കേട്ടോ. വസി പുതിയ വാങ്ങിച്ചതാണ്. ബ്ലാക്ക് ആൻഡ് ഡെക്കറിൻ്റെ 5-6 മാസമായില്ലേ. ഇത് വസിൻ്റെ ഏരിയയാണ്. എല്ലാരും വീരനല്ലേ. വാ പേടിച്ചാ വാ. ഈ ഫ്രൈ പാനിലാണ് നമ്മൾ എഗ് സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് ഞാൻ ഇവിടുത്തെ ട്രെൻഡിയോൾ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പെന്ന് വാങ്ങിച്ചത്. നല്ല അടിപൊളിയാട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ സ്പ്രേ ഉണ്ടല്ലോ, ഇത് വസി എവിടുന്ന് വസി വാങ്ങിച്ചത് തെമൂന്നാണ് കേട്ടോ. ഇത് അടിപൊളിയാട്ടോ കണ്ടോ. ഇതിലെന്തൊക്കെ ഇട്ടുള്ള വസി? ഇതില് അവക്കാഡോ ഹാഫ്, പീനട്ട് ബട്ടർ സ്പൂണിന്റെ തുമ്പില്, ഓട്സ് 2 സ്പൂണ്, അണ്ടിപ്പരിപ്പ്, വാൽനട്ട്, ബദാം ഒക്കെ 3 എണ്ണീച്ചട്ടോ. പിന്നെ മിൽക്ക്, ഈത്തപ്പായ ഇടലുണ്ട്. ഈത്തപ്പായ ഞാൻ വാങ്ങിയിട്ടില്ല. പിന്നെ മിൽക്ക് ഇട്ടിട്ട്, പിന്നെ എന്റെ സ്കിംഡ് മിൽക്ക്, ഫാറ്റ് ഇല്ലാത്ത എന്റെ മിൽക്ക്, ഇതിന്റെ സ്വന്തം മിൽക്ക് കേട്ടോ. ഇതിൽ തൊട്ടാൽ പ്രശ്നമാവും, ഇതിൽ ഫാറ്റ് ഉണ്ടാവില്ല. പിന്നെ ഈ കളറിലെ കുപ്പി കേട്ടോ. പിന്നെ എന്റെ പ്രോട്ടീൻ പൗഡർ അവിടെ കണ്ടോ, പല ഉണ്ട് പ്രോട്ടീൻ പൗഡറും. ഇതാണ് ഇതിന്റെ ബ്രേക്ക്ഫാസ്റ്റ്. എത്ര കൊല്ലായിട്ട്? കുറേ കൊല്ലായിട്ട് കേട്ടോ. പൊളിച്ചിട്ടുണ്ട് ഇത് തലക്കന്ന് കരാറെടുത്തേക്കണമ്മ. ഹലോ, അന്ന് ഞങ്ങൾ മിക്കവാറത്തിനുള്ളിലിട്ട് അടച്ചക്കൂട്ടോ. ഏയ് ഹലോ മാൻ, എന്താണ് ഇത് കണ്ടങ്ങള്? ഇതുവരെ ഇവിടെ ഇൻസ്റ്റോടെ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് നമ്മളെ എന്താ ചെയ്യുമ്പോൾ ഇതിൻ്റെ പറയാം, എന്താ പറയുക, എന്തിനു പറയടി? ഏയ് ഹോള് ഈ ഹോള് ഇൻസ്റ്റോടെ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. എന്തിനറിയോ? ഇതിൽ കൈയിട്ട് ഇത് തുറക്കുക. അങ്ങനെ അതെ, അത് പറഞ്ഞപ്പോ ഇങ്ങനെ സുട്ടാണ്ടി വേസ്റ്റ് മാന്തി.
കാട്ടിക്കണം നോക്കി നിങ്ങള് എന്തിനാണ് അത് വലിച്ചെറിയണേച്ച് എന്ത് സുഖാർക്ക് ഇതിൽ കിട്ടണേ ഡാ അദീമിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. അദീമിന് ആപ്പിൾ ഓട്സ് ആണെന്ന് കൊടുക്കണേ. അപ്പോൾ അത് ആപ്പിൾ വേവിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ആപ്പിളൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. അത് കൂടിയിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഓട്സ് ആപ്പിളല്ല ഉണ്ടാക്കണം. ഇതവിടെ ഒരു പണിക്കാരനിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഈ ആപ്പിളോട്ട് ഒരു 2 സ്പൂണ് ഓട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത്രയും മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ആപ്പിളായിട്ടുണ്ട്. ഇവിടെ പണിക്കാരനിരിക്കണം കേട്ടോ. എൻ്റെ മൂട്ടിൽ ഓട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 2.5 സ്പൂൺ ഓട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. ഇത് നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ആപ്പിൾ വെന്തതിന് ശേഷം നമ്മൾ ഓട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഓട്സും ആപ്പിളും നല്ലോണം കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് നമ്മൾ കുറച്ച് ഗീ ഒഴിക്കാം. പിന്നെ ഞാൻ എൻ്റെ ഗീ കഴിഞ്ഞതുകൊണ്ട് കുറച്ച് ഓയിലുണ്ടോ, നമ്മൾ ഓയിലല്ല കോക്കനട്ട് ഓയിലില്ലേ അതാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് ഇത് അയക്കിട്ടേണ്ടത്. അതെന്താ കഴിക്കണേ? എന്ത് ഉണ്ടസക്കിയോ? സാൻഡ്വിച്ച് അല്ലേ? ഇവൻ്റെ ഡെയിലി ആക്ടിവിറ്റിയാണ് ഇത്. തുറക്കുക, വലിച്ചു വാരിയിടുക. കണ്ടില്ലേ? ആ വീണു. എൻറ്റോ സാരല്ല, എണീറ്റോ. ഇത് പിന്നെ ഉമ്മാൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ. അപ്പം ഞങ്ങൾക്ക് പിന്നെ സാൻഡ്വിച്ചൊക്കെയാണ് ഇഷ്ടം. അദീമിൻ്റെ പ്ലേറ്റ് ആക്ച്വലി ഇതാണ് കേട്ടോ. ഈ സെക്ഷൻ വന്നിട്ടുള്ള അടിയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിപ്പിക്കാൻ പറ്റും അങ്ങനത്തെ പ്ലേറ്റാണ് ഇത്. ഞാൻ അവന് സ്വയം കഴിക്കുമ്പോൾ വെച്ച് കൊടുക്കുന്നതാണ് കൂടുതൽ. അല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്ന സമയത്ത് ഞാൻ നോർമൽ നമ്മൾ കഴിക്കുന്ന പ്ലേറ്റ്സൊക്കെ ആണ് യൂസ് ചെയ്യുക. നമ്മൾ ഓട്സ് മിക്സ് നമ്മൾ ആപ്പിളും കൂടി, ആപ്പിൾ ഞാൻ ഉടച്ചതാണ് കേട്ടോ ചെയ്തത്. മിക്സിയിലിട്ട് അടിച്ചിട്ടില്ല, രണ്ടും മിക്സിയിലിട്ട് അടിച്ചിട്ടില്ല. മിക്സിയിലിട്ട് അടിക്കാതെ കൊടുക്കുക കേട്ടോ. ഏറ്റവും ബെസ്റ്റ് അതാണ്. ഞാൻ ഈ സ്പൂണ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മാഷ് ചെയ്തിട്ടുള്ളൂ. പിന്നെ നമ്മളെ മെയിനായിട്ടുള്ളത് വേണ്ടതാണ് നട്ട്സ് പൗഡർ കേട്ടോ. അപ്പം ഞാനിതിലോട്ട് കുറച്ച് നട്ട്സ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതും കൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ നട്ട്സ് പൗഡറിൽ ബദാമുണ്ട്, കാഷ്നട്ട് ഉണ്ട്, പീനട്ട് ഉണ്ട്, വാൾനട്ട്സ് ഉണ്ട് കേട്ടോ. ഈ 4ആണ് ഉള്ളത്. ഇത് നല്ലോണം ഒന്ന് പൊടിച്ചെടുത്തതാണ്. നല്ലോണം പൊടിഞ്ഞിട്ടില്ലെങ്കിലും പൗഡറി ആയിട്ടില്ലെങ്കിലും ഇതാ ഇത്രയൊക്കെ ഒന്ന് പൊടിഞ്ഞ് വന്നാൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്ന് അദീമിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അദീമിന് ഇത് മാത്രമല്ല കൊടുക്കൽ, ഫാമിലി പോട്ടും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അവനെല്ലാം കഴിക്കുന്നുണ്ട് കുഴപ്പമില്ലാതെ. ദോശ അതൊക്കെയാണ് ഇഷ്ടം കൂടുതൽ. അപ്പം ഇതാണ് അദീമിൻ്റെ ഹൈ ചെയർ കേട്ടോ. അവൻ ഇതിലിരുന്നിട്ടാണ് ഫുഡ് കഴിക്കൽ. അപ്പം ഇതുണ്ടെങ്കിൽ സുഖമാണ്, നമുക്ക് നടക്കണ്ട ഓടണ്ട. ഇതിലിരുന്ന് നമുക്ക് കൊടുക്കാം കേട്ടോ. എന്താ അതോ ഇന്ന് ഫുള്ള് തഗ്ഗാണല്ലോ. ഇത് വസി വാങ്ങിച്ചിട്ടുള്ളത് നൂണിന്നാട്ടോ. നൂണിന്ന. അപ്പം ഇവിടെ നമുക്ക് എന്താ പറയുക ടോയ്സൊക്കെ വെക്കാനുള്ള ഒരു സംഭവമുണ്ട്. ആക്ച്വലി നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ അദീമിന്. നല്ലൊരു സാധനം ഇത്. ആക്ച്വലി കുട്ടികളുള്ള എല്ലാവർക്കും വേണം. ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ ഷേക്കും കൂടി കഴിഞ്ഞ് മീനും കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോകാം കേട്ടോ. കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് പോയി വന്നതല്ലേ, സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഉപ്പാൻ്റെ ഫ്രണ്ട് ഉണ്ട് മീൻ മാർക്കറ്റിൽ. നമ്മൾ കഴിഞ്ഞ വ്ളോഗിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വ്ളോഗിലല്ല, നമ്മൾ ഈ ഫിഷ് മാർക്കറ്റിൽ വന്ന വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉപ്പാൻ്റെ ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ വിളിച്ച് പറഞ്ഞാൽ മതി, മീനും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കും. അപ്പോൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇപ്പം നല്ല ഫ്രഷ് മീൻ വരുമ്പോൾ ഓല് നമുക്ക് എടുത്ത് വെക്കും. അപ്പോൾ അവിടെ എന്തൊക്കെ ഒരു 3 തരം മീൻ പറഞ്ഞിട്ടുണ്ട്, അത് പോയി മേടിക്കണം. ഇതാണ് നമ്മളെ ദമ്മാമിലെ മീൻ മാർക്കറ്റ്. നമ്മളെ ഇപ്പാൻ്റെ ദോസ്തിൻ്റെ ഇതും കടയാണ്. ഉണ്ടോ നല്ല ഫ്രഷ് മീനൊക്കെ കേട്ടോ. ഓക്കെ, അലാക്കിൻ്റെ വലിയ കൊഞ്ചുണ്ട്, വലിയ ഞണ്ടുണ്ട്.
ചിക്കൻ മീറ്റ് വെജിറ്റബിൾസ് നമ്മളിവിടെ നിന്നാണ് കേട്ടോ ഹോൾസെയിൽ മുട്ടയും കാര്യങ്ങളൊക്കെ വാങ്ങൽ. ഇവിടെ വില കമ്മിയാക്കരം കണ്ടോ 14 SR 13 SR. ബൈ ഏക്കെ കണ്ട നമ്മളെ ഇവിടെ നമ്മൾ വെജിറ്റബിൾ വാങ്ങൽ. നമ്മൾ കുറഞ്ഞ പൈസക്ക് നല്ല നാട്ടിലത്തെ നല്ല പയറും കണ്ടോ. ചീരൻ്റെ ഇല, ഞാൻ ഇപ്പോൾ വന്നത് കുറച്ച് ഉള്ളി വാങ്ങാനാണ്. യെസ്, ഇതവിടെ ഉണ്ട് ഉള്ളി. ഇപ്പം നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി, മുട്ട വാങ്ങി, മീൻ വാങ്ങി, കുറച്ച് ഉള്ളിയും വാങ്ങി. ഇവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ സുഖം കേട്ടോ. നമ്മളെ റൂമിൻ്റെ തൊട്ടടുത്ത് നമ്മളെ റൂം എന്ന് പറയുന്നത് ദമാമ് ടൊയോട്ടയിലാണ്. ടൊയോട്ടയിൽ തന്നെയാണ് ഈ ഇത് വരുന്നത്. മീൻ മാർക്കറ്റും വെജിറ്റബിൾ മാർക്കറ്റും എല്ലാ മാർക്കറ്റും കേട്ടോ. അതുകൊണ്ട് നമുക്ക് സാധനങ്ങളൊക്കെ ഫ്രഷ് കിട്ടും സ്പോട്ടിൽ. മീനും പല ഫ്രണ്ട് ഉണ്ട് പറഞ്ഞില്ലേ, ഫ്രണ്ടിനെ വിളിച്ചു പറഞ്ഞാൽ എടുത്തൊക്കെ ഇപ്പോൾ ഞാൻ വന്ന് മേടിച്ചതാണ്. അപ്പോൾ വസി മാർക്കറ്റിൽ പോയി വന്ന സമയത്ത് ഇതാ മുട്ടയൊക്കെ വാങ്ങിച്ചു കൊടുക്കണം കേട്ടോ. മുട്ടയും കുറച്ച് ഉള്ളിയും. ഇതെന്താ വസിയേ? മീനില്ലേ? മീൻ കൊടുത്തിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ നാട്ടിൽ പോയി വന്നതിന് ശേഷം എപ്പോഴാണ് കേട്ടോ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത്. ഉള്ളില്ല, മുട്ട ഉണ്ടായിരുന്നില്ല, മീൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ലഞ്ച് പൊളി. അപ്പോൾ ഒരാളിതാ കമ്പനി പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട് നല്ല ഗെറ്റപ്പിൽ. എവിടേക്കാ സിയെ? യാ. അപ്പം ഈ കീസുകളൊക്കെ കാണുന്നുണ്ടല്ലോ, ഇതൊക്കെ നമ്മളുടെ എല്ലാ ഫാമിലിയുടെ കേട്ടോ. ഗാർസിയ ഹോസ്പിറ്റലത്തെ മരുന്നുകളാണ് അസുഖം വന്നിട്ട്. ബായ്. ഞാൻ ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ട്, ഓഫീസിൽ നിന്നല്ല ഒരു കമ്പനിയിൽ മീറ്റിംഗ് ഉണ്ട്, അതിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങൾ സ്ഥിരമായിട്ട് വ്ളോഗ് ഇടുമ്പോൾ ആ വ്ളോഗിൻ്റെ താഴ്ത്തി വരുന്നൊരു കമൻറ്റാണ് വസിൻ്റെ ജോലി. പക്ഷേ ഞാൻ പഴയ വീഡിയോസിലൊക്കെ സ്ഥിരമായി ഞങ്ങൾ കുറേ റിപ്പീറ്റേഷനായിട്ട് പറഞ്ഞിട്ടുണ്ട് വസിൻ്റെ ജോലി എന്താണെന്നുള്ളത്. സെപ്പറേറ്റഡ് വ്ളോഗ് ഉണ്ട്, അത് ഞാൻ അതിൽ ആഡ് ചെയ്യുക. അത് കാണാത്തിലൊന്ന് കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ എല്ലാ കൺഫ്യൂഷനും തീരും. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ട്രേഡിങ് അതാണ് എൻ്റെ ജോബ്. ഇപ്പോൾ എൻ്റെ ഓഫീസ് റൂമിൽ കാണിച്ചിരുന്നില്ലേ, അതിന് എൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെ മീൻസ് അവിടെയാണ് ഇൻവോയ്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കുക. എനിക്ക് ഇൻവോയ്സും കാര്യങ്ങളും അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കിയാൽ മതി. ജസ്റ്റ് അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്താണ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാനിൻ്റെ പഴയ വ്ളോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട് പറഞ്ഞില്ലേ, അതുകൊണ്ട് ആഡ് ചെയ്യുക, ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. അപ്പോൾ അത് കണ്ടാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഏതായാലും ഞാൻ കമ്പനിക്ക് പോവാണ്. ഞാൻ ഏതായാലും ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ എത്തിയിട്ട് കേട്ടോ. ഞാൻ ആളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നോക്കിയാൽ ദമാമ് മൊത്തം കാണുന്നത്, കോബാർ മൊത്തം കാണാല്ലേ. ഓ കല്യാണം അടിച്ചു പൊളിച്ചു. നമ്മളെ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞത്. അപ്പോൾ തിരിച്ച് വീട്ടിൽ പോകാൻ കേട്ടോ. പെരുന്നാളായില്ലേ, അവിടെ കമ്പനിയിൽ ചെന്നപ്പോഴാണ് ഈദ് മുബാറക്കിൻ്റെ ബോർഡ് വെച്ചപ്പോഴാണ് പെരുന്നാളായി. ഞായറാഴ്ച പെരുന്നാളാണ് അല്ലേ. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഈദ് മുബാറക്. ഡ്രസ്സൊക്കെ എല്ലാവരും എടുത്തോ. ഞങ്ങൾ ഇൻഷാല്ല പെരുന്നാൾ നാട്ടിൽ കൂടാനൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇൻഷാല്ല ഇനി ഏതായാലും അടുത്ത പെരുന്നാളിൽ നാട്ടിൽ കൂടാൻ പറ്റുമോ നോക്കട്ടെ. ഇനി ഏതായാലും ചോറ് കഴിച്ചിട്ടില്ല, നേരെ വീട്ടിലേക്ക് പോകണത്. വീട്ടിൽ ചെന്നിട്ട് വേണം ഫുഡ് കഴിക്കാൻ. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ചോറ്, പൊട്ടാറ്റോ ഫ്രൈ, മോര് കറി, മീൻ പൊരിച്ചത്,
മീൻ കറി. ഫുഡ് കഴിക്കല്ലേ? അപ്പൊ ഇവിടെ 2 പേര് ഒളിച്ചോളി കളിക്കണ്ട് കേട്ടോ. മറ്റോ കിടന്നിട്ട് നോക്കണോക്ക് അതിന്റെ ബാക്കില്. ഓയ് ഇവിടെ ഒക്കെ ഉണ്ട്, പുറത്തുണ്ട്. പിടിച്ച് കണ്ടുപിടിച്ച്. ഈ കളി 2 പേരും കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള കളിയാട്ടോ. അതും അതിൻ്റെ അടുക്ക് ഫുഡ് കഴിക്കുന്നുണ്ട്. അതിവിന് ഫുഡ് കൊടുക്കണം. ഇനി എവിടെ 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 അപ്പോൾ അതീമിന് എല്ലാവരും ചോദിച്ചിരുന്നു എന്ത് ഫുഡാണ് കൊടുക്കുക. അപ്പോൾ ഞാൻ രാവിലത്തെ റെസിപ്പി കാണിച്ചല്ലോ. അപ്പോൾ ഞാനിന്ന് കൊടുക്കുന്ന നമ്മൾ നോർമൽ ഫാമിലി പോട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് റൈസ് ഉണ്ടായിരുന്നു, കുറച്ച് കറി ഉണ്ടാക്കി. കറി യോഗട്ട് ഇസ് എ മസ്റ്റ്. യോഗട്ട് എന്തായാലും ഫുഡിൽ യൂസ് ചെയ്യാറുണ്ട്, എല്ലാ ദിവസവും ഉണ്ടാവാറുണ്ട് യോഗട്ട് കേട്ടോ. പിന്നെ കിടക്കുന്ന പൊട്ടാറ്റോ നമ്മളുടെ ഉപ്പും മഞ്ഞളും മാത്രം ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ കുറച്ച് പകുതി ഫിഷ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ ലഞ്ച്. അപ്പോൾ ഇതാ ഒരു കേക്ക് മിക്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ കേക്ക് മിക്സ് എടുത്തിട്ട് ഞാൻ സെറ്റാക്കി. ഇനി ഇതിലോട്ട് ഒഴിക്കണം. അപ്പോൾ കേക്ക് ഒന്ന് ഉണ്ടാക്കാനുള്ളൊരു ശ്രമമാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം എടുക്കണത് കേട്ടോ. അപ്പോൾ ഇതിലൊന്നാക്കി നോക്കണം, അതൊരു ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ പാലും കപ്പി. അപ്പം നമ്മളുടെ കേക്ക് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയുള്ള സിമ്പിളായിട്ടുള്ള സാധനമാണ്. അതുവിനെ ഇതിലാക്കി, നമുക്ക് ഇതിലാക്കി. ഏതിലാ? ഇതിലത്താണ് ഇഷ്ടം. അപ്പം നമുക്ക് കഴിക്കല്ലേ? എങ്ങനെ ഉണ്ടാതു? യമ്മിയ ശരിക്കും? എന്താണ് അവിടെ? എന്താണ്? ഓയ് ഓ ലാ ലാ. ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് 1 മണിക്കൂർ റെസ്റ്റും കഴിഞ്ഞിട്ട് എന്താ ജിമ്മിന് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ഡെയിലി റുട്ടീന്. അപ്പോൾ നമ്മൾ ഡേ ഇൻ അവർ ലൈഫ് വ്ളോഗല്ല, അപ്പോൾ ഇന്ന് കംപ്ലീറ്റ്ലി നമ്മൾ ഒരു ഇത് കാണിക്കാമെന്ന് കരുതിയിട്ടാട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതാക്കണം ഇപ്പോൾ 2:30 മണിയായി സമയമായിട്ടോ. എന്നും ഇങ്ങനെ തന്നെയാണ്, അല്ലെങ്കിൽ രാവിലെ വരും. ഇന്നിപ്പോൾ എനിക്ക് കമ്പനിയിൽ പോകേണ്ടതുകൊണ്ട് ഇന്ന് അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഇപ്പോഴാട്ടോ പോയിരുന്നത്. ഇതാണ് നമ്മളെ ജിമ്മ് കേട്ടോ. ഈ മലയാളി ട്രെയിനറുണ്ട് ഇവിടെ. ഈ ഒരു 2:30 മണിയാകുമ്പോൾ വരും. അസ്സലാമു അലൈക്കും. നമ്മളെ മാസ്റ്റർ എത്തിയിട്ടില്ലല്ലോ. മാസ്റ്റർ, നമ്മളെ മാസ്റ്റർ രതീഷ് മാസ്റ്റർ. മാസ്റ്റർ നാട്ടിലെവിടെയാണ്? കോട്ടക്കൽ. നമ്മളെ ജിമ്മിൻ്റെ ഡ്രസ്സിങ് റൂമാട്ടത്. ഇതിലെങ്ങനെ പോയാൽ ഇവിടെ നമ്മളെ പൂള്. കാരണം ജിമ്മിൽ നീന്തി തുടിക്കുന്നുണ്ട് ആൾക്കാർ. ഇതൊക്കെ നമുക്ക് ഫ്രീ ആട്ടോ. നമ്മളൊരൊറ്റ പാക്കേജ് എടുത്താൽ മതി. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പക്ഷേ ഇത് നമ്മളെ കണ്ടോ സ്ട്രീമിങ് റൂമാട്ടോ. സ്ട്രീം റൂമാണ്. ആകെ പുകട്ട് മൂടിയൊക്കെ അതിൻ്റെ ഉള്ളിൽ കണ്ട ആളിരിക്കണ്ട അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതാ നമ്മളെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് റെഡി ആയിട്ടോ.
അപ്പോൾ നമ്മളെ താഴത്തായിട്ട് നമ്മളെ വർക്കൗട്ട്, മുകളിലാണ് കാർഡിയോ വരുന്നത്. അപ്പോൾ ഉച്ച സമയത്തായതുകൊണ്ട് ആളുണ്ട്, രാവിലെ മുതൽ ആൾക്കാരുണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇവിടുത്തെ വർക്കൗട്ടും കാര്യങ്ങളും കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. നമ്മളെ താഴത്തെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ. മുകൾ ഭാഗത്ത് ഫുള്ള് കാർഡിയോൻ്റെയാണ്. ഫുള്ള് സൈക്കിള്, ട്രെഡ്മില്ല്, പിന്നെ മുകളിൽ തന്നെ ഒരു ഫുട്ബോൾ കോർട്ടും ഉണ്ട്. പിന്നെ ഇൻഡോർ ഗെയിംസും ഉണ്ട് കേട്ടോ. ഇവിടെ ഫുട്ബോൾ കോർട്ടാണിത്. ബോക്സ് ആൻഡ് പിന്നെ ഇവിടെ ഈ ഭാഗത്തേക്ക് പിന്നെ വരലില്ല. ഫുട്ബോൾ പിന്നെയും കളിക്കലുണ്ട്. ഇനി ട്രെഡ്മില്ലുമേൽ അരമണിക്കൂർ നടക്കണം കേട്ടോ. അപ്പോഴാണ് ഞാൻ അമ്മാക്കുറ്റൊക്കെ വിളിക്കൽ. ഇന്നൊരു അരമണിക്കൂർ ട്രെഡ്മില്ലുമേൽ നടക്കണം. അപ്പോൾ ഞാൻ ഉമ്മാക്കൊക്കെ ഫോൺ വിളിക്കും ഒരു അരമണിക്കൂർ. നമ്മളെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഞാൻ തിരിച്ച് റൂമിൽ പോവാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ജോലീൻ്റെ പകുതി കംപ്ലീറ്റ് ആയി. ഇതൊക്കെ തന്നെയാണ് എന്നും. രാവിലെ എണീക്കുക, ഇതേമാതിരി എന്തെങ്കിലും ചിലപ്പോൾ അല്ല കമ്പനിയിൽ പോകണ്ടാവും, ഇല്ലെങ്കിൽ വർക്ക് ഉണ്ടാവും, ഇൻവോയ്സ് അടിക്കാണ്ടാവും, ജിമ്മിന് വരിക. ആകെ ചേഞ്ച് ആവണ സൗദി അറേബ്യയിൽ വന്നു കഴിഞ്ഞാൽ കുപ്പായം മാത്രം കേട്ടോ. പിന്നെ വെള്ളിയാഴ്ച വന്നു കഴിഞ്ഞാൽ ജുമ ആകുമ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ആണല്ലോ അല്ലേ എന്നുള്ളൊരു ചിന്തയും വരും. അത്ര മാത്രം. നാട്ടിലാകുമ്പോഴല്ലേ നമുക്ക് വിശേഷങ്ങളും കാര്യങ്ങളും കല്യാണം തക്കാരം എല്ലാ പരിപാടിയും ഉണ്ടാവും. ഇവിടെ വന്നു കഴിഞ്ഞാൽ കുപ്പായം മാത്രമേ മാറുള്ളൂ. അതിനിപ്പോൾ എത്ര ഇതാണെങ്കിലും സൗകര്യങ്ങളുണ്ടെങ്കിലും പ്രവാസികൾ അങ്ങനെ തന്നെയാണ്. ഡ്രസ്സ് മാത്രം മാറ്റുണ്ടാവുള്ളൂ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദീമിൻ്റെ ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. ഈവനിങ് സ്നാക്കായിട്ട് ഇത് മാത്രമല്ല കൊടുക്കൽ, വേഫേഴ്സ് ഉണ്ടാക്കി കൊടുക്കലുണ്ട്, പിന്നെ പാൻ കേക്ക്സ്. അപ്പോൾ ഇന്ന് ഇതാക്കി കൊടുക്കാൻ വിചാരിച്ചു. റാഗി കുറുക്കിയതും അതിലോട്ട് കുറച്ച് നട്ട്സ് പൗഡറും കുറച്ച് നെയ്യ് അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മളെ ഡേറ്റ്സ് പൗഡർ ഉണ്ടല്ലോ അതിട്ടിട്ട് മിക്സ് ചെയ്താട്ടോ. വളരെ കുറച്ച് ക്വാണ്ടിറ്റിയാണ് ഈവനിങ് സ്നാക്കായിട്ട് കൊടുക്കൽ. അപ്പോൾ ഇതാ അദീമിന് കൊടുത്തു കേട്ടോ. അപ്പോൾ എല്ലാവരും വിചാരിക്കും കുട്ടി നല്ലോണം കഴിക്കുന്നുണ്ടാവും ഫുഡ് എന്നൊക്കെ. ഇല്ല, അദീം എല്ലാ കുട്ടികളെ പോലെ തന്നെ ബാക്കി വെക്കാറുണ്ട് കേട്ടോ. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ ചോദിക്കലുണ്ട് ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കുമോ അങ്ങനെയൊക്കെ. ഇല്ല, അദീം ചില സമയത്ത് തോന്നുമ്പോൾ കഴിക്കും, ചില സമയത്ത് കഴിക്കില്ല. അപ്പോൾ ഇത് കണ്ടില്ലേ, അപ്പോൾ ഇത് ബാക്കിയാണ്. അപ്പോൾ ഞാൻ കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫോഴ്സ് ചെയ്തിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ കുട്ടികൾക്ക്. അവർക്ക് ചിലപ്പോൾ വേണ്ടാന്ന് വെക്കുമ്പോൾ ഞാൻ വേണ്ടാന്ന് വെക്കും. അവനക്കിപ്പോൾ ഇത് അത്രയും മതി. അപ്പോൾ അവൻ അത്രയും കഴിച്ചിട്ടുള്ളൂ, ബാക്കി എനിക്കുള്ളത്. അപ്പോൾ ഇതാ നമ്മളെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മളിപ്പോൾ വെൽക്കം ബാക്ക് പറഞ്ഞു. അപ്പം അടച്ചോണ്ട് രാവിലെ തുടങ്ങിയതല്ലേ കുഞ്ഞാനൊക്കെ റെസ്റ്റ് ഇല്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ ആണ് നമ്മൾ ഈവനിങ്ങിൽ നമ്മൾ റേനമാമിൻ്റെ വീട്ടിൽ പോയി. അവിടെ കഴിഞ്ഞിട്ട് നമ്മൾ ഈവനിങ്ങിൽ അപ്പോൾ നമ്മളത് ആഡ് ചെയ്തിട്ടുണ്ടായില്ല. കാരണം നമ്മൾ ഇന്നലത്തെ വ്ളോഗിൽ കഴിഞ്ഞ വ്ളോഗിൽ അത് ആഡ് ചെയ്തിരുന്നില്ല ശുഭം. അപ്പോൾ അത് ആഡ് ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ അങ്ങനെ ഇപ്പോൾ 2 തുരപ്പന്മാരും കേട്ട് പോന്നിട്ട് ഞങ്ങളപ്പോൾ അപ്പോൾ നമ്മളെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ. ഇനിയിപ്പോൾ രാത്രിക്കത്തെ ഫുഡ് പറഞ്ഞാൽ അപ്പോൾ ചട്ടിനൊക്കെ പാടെ തന്നെയാണ്. ഇനി പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. പിന്നെ ഒരാൾക്ക് ഇതാക്കണ രാവിലെ തുടങ്ങിയ മറ്റേ പാവയ്ക്ക് നമ്മൾ ബാറ്ററി കൊടുത്ത് എങ്ങനെയാടാ ബാറ്ററി പാവ ഇങ്ങനെ തിരിച്ചാൽ തിരിച്ചുമ്പോൾ ഇങ്ങനെ കുട്ടിരാമുണ്ടാവില്ല, ഇങ്ങനെ ചാടി കളിച്ചൂലേ ആകണ്. സെയിം ആണ്. രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ പണിയാണ്. മാഷാ അല്ലാ മാഷാ അല്ലാ മാഷാ അല്ലാ മാഷാ അല്ലാ. ഓൻ അങ്ങനെ തന്നെ ചെയ്യണ്ടേ. എടുക്കും. അപ്പോൾ ഓക്കെ, ബൈ.